ഇത് പനമുക്കുംപള്ളി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്കുമാറി കിഴക്കുംപാട്ടുകരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂരത്തിലെ പങ്കാളിയായ ശാസ്താവ് തന്നെയാണ് പ്രതിഷ്ഠ. കിഴക്കോട്ടഭിമുഖമായാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന് 2000-ലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. കയ്യിൽ അമൃതകലശമേന്തി പത്മാസനത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന ശ്രീധർമ്മശാസ്താവിൻ്റേതാണ് പ്രതിഷ്ഠ. ഈ രീതിയിലുള്ള ശാസ്താപ്രതിഷ്ഠകൾ കേരളത്തിൽ വിരളമാണ്. ഔഷധദായിയായ ശാസ്താവ് ആചാര്യഭാവത്തിലാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ മാറാരോഗങ്ങൾക്ക് പോലും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രനടയിൽ കുട്ടികളെ എഴുത്തിനിരുത്താനും ധാരാളം പേരെത്തുന്നു. ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെ ഭരണസമിതിയുടെ കീഴിലാണ്. പനമുക്കുംപള്ളി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തെപ്പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെ. തൃശ്ശൂരിൽ മഠം സ്ഥാപിക്കുന്നതിന് കോട്ടയത്ത് നിന്ന് വന്ന തെക്കേമഠം സ്വാമിയാർ ആദ്യം താമസമുറപ്പിച്ചത് കിഴക്കുംപാട്ടുകര ദേശത്തായിരുന്നു. പിന്നീട് അദ്ദേഹം പൂജിച്ചിരുന്ന ശാസ്താവിന്റെ വിഗ്രഹം ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. വർഷത്തിലൊരിക്കൽ സ്വാമിയാർ വന്ന് ശാസ്താവിന് പുഷ്പാഞ്ജലി നടത്തണമെന്നാണ് ശാസ്ത്രം. ഇപ്പോഴും തെക്കേമഠത്തിലെ സ്വാമിയാർ വന്ന് പുഷ്പാഞ്ജലി അർപ്പിക്കാറുണ്ട്. ഒരു കാലത്ത് ധാരാളം സ്വത്തുവകകൾ ഉണ്ടായിരുന്ന തെക്കേമഠം സ്വരൂപം നേരിട്ടാണ് ക്ഷേത്രഭരണം നടത്തിയിരുന്നത്. തെക്കേമഠം സ്വരൂപം ക്ഷയിച്ചതോടെ തൃശ്ശൂർ പൂരത്തിൽ കുറച്ചുകാലം പനമുക്കുംപള്ളി ശാസ്താവ് പങ്കെടുത്തിരുന്നില്ല. തെക്കേമഠം സ്വരൂപം ക്ഷയിച്ചതോടെ ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്താൻ കഴിയാതെ വന്നു. ക്ഷേത്രം ജീർണോദ്ധാരണം നടത്താതെ അനാഥാവസ്ഥയിൽ ഏറെ നാൾ കിടന്നു. അക്കാലത്താണ് ഭക്തജനങ്ങൾ ഒത്തുചേർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതേ തുടർന്ന് തെക്കേമഠം സ്വരൂപം ഭക്തജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണസമിതിക്ക് ക്ഷേത്രം വിട്ടുകൊടുത്തു. ഈ ക്ഷേത്രത്തിൽ ശാസ്താവിനെ കൂടാതെ ഉപദേവതകളായി ശിവൻ, ഗണപതി, ദുർഗാ ഭഗവതി എന്നീ പ്രതിഷ്ഠകളാണുള്ളത്. ക്ഷേത്രത്തിലെ നടപ്പുര ഏറെ മനോഹരമാണ്. ഈ നടപ്പുരയുടെ തൂണുകളിൽ അഷ്ടലക്ഷ്മികളെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് പുറകുവശത്തായി മനോഹരമായ കുളവുമുണ്ട്. പൂരത്തിന് 7 നാൾ മുൻപ് കൊടിയേറും. സന്ധ്യയ്ക്ക് 6:30-നും 7:30-നും ഇടയിലാണ് കൊടിയേറ്റം. കൊടിയേറിക്കഴിഞ്ഞാൽ പറയെടുപ്പും ക്ഷേത്രത്തിന് പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പും പതിവില്ല. അതിനാൽ മറ്റു പൂരം പങ്കാളി ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള എഴുന്നള്ളിപ്പാന ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകില്ല. കൂടാതെ ക്ഷേത്രത്തിന് സ്വന്തമായി തീർത്ഥക്കുളമുണ്ടെങ്കിലും കൊടിയേറിക്കഴിഞ്ഞുള്ള 7 ദിവസം ആറാട്ടും പതിവില്ല. പകരം പൂരപ്പിറ്റേന്ന് കൊടിയിറക്കത്തിന് മുൻപാണ് ഭഗവാന്റെ ആറാട്ട്. കൊടിയേറിക്കഴിഞ്ഞാൽ ദിവസവും ശ്രീഭൂതബലി, മേളം, കൊടിക്കൽപ്പറ എന്നീ ചടങ്ങുകൾ നടക്കും. പൂര ദിവസം രാവിലെ ശ്രീഭൂതബലിക്ക് ശേഷം 6:30-ന് 3 ആനകളുടെ അകമ്പടിയോടെ ശാസ്താവ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. നാദസ്വരത്തിന്റെയും നടപ്പാണ്ടിയുടെയും അകമ്പടിയോടെയാണ് ഭഗവാൻ വടക്കുംനാഥ സന്നിധിയിലേക്ക് പൂര പങ്കാളിയാവാൻ പുറപ്പെടുക. പകലും രാത്രിയിലും 3 ആനകളോടെ ക്ഷേത്രത്തിൽ നിന്നാണ് എഴുന്നള്ളിപ്പ്. പൂരപ്പറമ്പിൽ എത്തിയാൽ ആനകൾ വർദ്ധിക്കില്ല. പകൽ എഴുന്നള്ളത്ത് കിഴക്കുംപാട്ടുകര ജംഗ്ഷനിലെത്തി അവിടെ നിന്നും കിഴക്കേക്കോട്ടയിലെത്തും. കിഴക്കേക്കോട്ടയിൽ നിന്ന് പഞ്ചവാദ്യവും നാദസ്വരവും എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. എഴുന്നള്ളിപ്പ് ജില്ലാ ആശുപത്രി ജംഗ്ഷൻ വഴി പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെത്തും. പാറമേക്കാവിന് മുന്നിൽ കുറച്ചുനേരം പഞ്ചവാദ്യം കൊട്ടിയ ശേഷം കിഴക്കേ ഗോപുരം വഴി വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രത്തിനകത്ത് പഞ്ചവാദ്യം കൊട്ടി കലാശിച്ച ശേഷം വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴിയാണ് പനമുക്കുംപള്ളി ശാസ്താവ് പുറത്തു കടക്കുക. തുടർന്ന് ശാസ്താവ് ഒരാനപ്പുറത്ത് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. ശ്രീമൂലസ്ഥാനത്ത് പ്രവേശിക്കാത്ത പൂരമാണ് പനമുക്കുംപള്ളി ശാസ്താവിൻ്റേത്. രാത്രി എഴുന്നള്ളിപ്പ് വരുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. സൂര്യഗ്രാമം വഴിയാണ് ഭഗവാന്റെ രാത്രി എഴുന്നള്ളത്ത്. രാത്രി 7:30-ന് ക്ഷേത്രത്തിൽ നിന്നും 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പഞ്ചവാദ്യം, നാദസ്വരം എന്നിവയോടുകൂടി സൂര്യഗ്രാമം വഴി കിഴക്കുംപാട്ടുകര ജംഗ്ഷനിലൂടെ കിഴക്കേക്കോട്ടയിൽ പ്രവേശിച്ച് പാറമേക്കാവിന് മുന്നിലെത്തും. പകൽപൂരത്തിലെ പോലെ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങും. രാവിലെയും രാത്രിയിലും പോകുന്ന വഴികളിലെല്ലാം നിറപറകൾ വെച്ചും നിലവിളക്കുകൾ കത്തിച്ചുവെച്ചും ഭക്തർ ഭഗവാനെ വണങ്ങാറുണ്ട്. പൂരപ്പിറ്റേന്ന് ഉത്രം വിളക്കിന് ശേഷം കൊടിയിറങ്ങുന്നതോടെയാണ് ഉത്സവ ചടങ്ങുകൾ സമാപിക്കുക. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ കൊടിക്കൽ പൂരം പതിവില്ല. എന്നാൽ കൊടിയിറങ്ങുന്നതിന് മുൻപ് സന്ധ്യയ്ക്ക് ആറാട്ട് നടക്കും. തുടർന്ന് നാട്ടുകാർ ചേർന്ന് കൊടിയിറക്കും. വൃശ്ചികമാസത്തിലെ 30 ശനിയാഴ്ചയിലെ ദേശപ്പാട്ട്, മകരമാസത്തിലെ മകീരം നാളിലെ പ്രതിഷ്ഠാദിനം, അയ്യപ്പൻ വിളക്ക്, ശിവരാത്രി എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. ശിവരാത്രിക്കും ശാസ്താവ് വടക്കുംനാഥനിലേക്ക് എഴുന്നള്ളും. തുടർന്ന് മറ്റ് ദേവീദേവന്മാരുമൊത്ത് കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും. പുലിയന്നൂർ മനക്കാർക്കാണ് ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം.